ഇരട്ട സഹോദരനെ കുറിച്ച് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. വളരെ 85 വരെ അദ്ദേഹം താങ്കളെക്കാട്ടിലും എൽഡർ ആയിരുന്നു, എന്നെക്കാളും അല്ല, എന്നെക്കാളും 5 വയസ്സിന് എളുപ്പമായിരുന്നു. സാധാരണ ആദ്യം വരുന്ന കുട്ടിയാണ് മൂത്തതെന്നാണ് പറയുന്നത്. ശാസ്ത്രം ട്വിൻസാണ് ഞങ്ങൾ 5 മിനിറ്റിന് 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ ആദ്യം ഭൂജാതനായി. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് വളരെ വിജയൻ ഭൂജാതനായി. അങ്ങനെ ഇരട്ട 5 മിനിറ്റ് വ്യത്യാസമുള്ളൂ. എവിടെയായിരുന്നു? കോട്ടയത്ത് തന്നെയായിരുന്നു. കോട്ടയത്ത് തന്നെയായിരുന്നു. കോട്ടയം ഞങ്ങളുടെ അച്ഛൻ്റെ. മാഷ് സംഗീത പാരമ്പര്യം എന്താണ്? ഒരു വാസ്തവത്തിൽ സംഗീത പാരമ്പര്യം എന്ന് പറയുന്നത് നോക്കിയാൽ ഞങ്ങൾക്ക് പാരമ്പര്യം കുറവാണ്. ഇതൊരു അത്ഭുതകരമായ ഒരു സൃഷ്ടിയാന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംഗീതം ജ്ഞാനത്തോടുകൂടി 2 പേരെ സൃഷ്ടിച്ചു. അതിൽ അച്ഛനൊക്കെ വല്ല ശ്ലോകങ്ങളൊക്കെ പാടുന്നതിൽ അദ്ദേഹം നിപുണനായിരുന്നു. കാരണം അദ്ദേഹം തന്ത്രിയായിരുന്നു. അപ്പോൾ ചില ശ്ലോകങ്ങളൊക്കെ നമുക്ക് കല്യാണത്തിനോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പാടണമല്ലോ. ആ കൂട്ടത്തിൽ അച്ഛൻ അതൊക്കെ പാടുന്ന കേൾക്കുന്ന വളരെ ഇമ്പമായിട്ടുള്ള ഒരു ശബ്ദത്തോടുകൂടിയായിരുന്നു. പിന്നെ അമ്മ ചെറിയ പ്രായത്തിൽ സംഗീതം പ്രാഥമിക പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടാകും. ആദ്യ ഗുരു ആരാണ്? ആദ്യ ഗുരു എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിലുള്ള ഒരു രാമൻ ഭാഗവതരാണ്. പിന്നെ നമ്മളൊരു രാധാകൃഷ്ണ ഇരുന്ന് അദ്ദേഹവും പഠിപ്പിച്ചിരുന്നു. അതൊരു 10-12 വയസ്സ് വരെ പഠിച്ചു. കഴിഞ്ഞ് കുമാരനെല്ലൂർ അമ്പലത്തിൽ അരങ്ങേറ്റം നടത്തി. ഞങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രമാണ്. ശരി. കുമാരനെല്ലൂർ ഭഗവതിയെപ്പറ്റി നമ്മുടെ സ്വാധീന കൃതിയൊക്കെ ഉണ്ട്. കാലം മുതലേ അത് പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അപ്പോൾ മാഷൊക്കെ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു, ചെറുപ്പത്തിൽ തീരുമാനിച്ചിരുന്നു നമ്മൾ സംഗീത സംവിധായകരാകണം ആവണം, അല്ലെങ്കിൽ എന്തായിരുന്നു അന്നത്തെ ഒരു ആംബിഷൻ എന്തായിരുന്നു? ഇല്ല, അത് എന്താ വഴികൾ അങ്ങനെ വന്ന് ചേരുകയായിരുന്നു. ശരി. നമ്മളിപ്പോൾ ഇത് മ്യൂസിക് പഠിക്കാനായിട്ട് ഇങ്ങനെ ചെറിയ വയസ്സിൽ തുടങ്ങി. അത് കഴിഞ്ഞ് പ്രായമായ ഒരു 6th പാസ്സായപ്പോഴത്തേന് അക്കാഡമി ചേരണമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. അക്കാഡമിയിൽ 1952 മുതൽ 56 വരെ അവിടെ താമസിച്ച് പഠിച്ച് ഗാനഭൂഷണ പ്രശസ്തി പാസ്സാകുന്നു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് മ്യൂസിക് ടീച്ചേഴ്സായിട്ട് ജോലി കിട്ടുന്നു. അപ്പോൾ അവിടെയെങ്കിലും പിന്നെയും നിൽക്കുന്നില്ല. പിന്നെയും നമ്മൾ സംഗീതം പഠിക്കുന്നുള്ള ആഗ്രഹത്തെ പിന്നെ ബാലമുരളീകൃഷ്ണനായി മീറ്റ് ചെയ്യുന്നു. അദ്ദേഹമായിട്ട് സംഗീതം പഠിക്കുന്ന ആന്ധ്രയ്ക്ക് പോയി. അത് കഴിഞ്ഞ് കുറേ 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ചെമ്പയുടെ കൂടെ പാടുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ആൾ വേണം. ചെമ്പൈസ്വാമിയുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പിന്നെ അങ്ങനെ വന്ന് ചേരുകയായിരുന്നു. അതെല്ലാം ഓരോ മാർഗം. അത് ഈ സംഗീതത്തിൻ്റെ മാർഗം അങ്ങനെ തെളിഞ്ഞ് വന്ന് നമുക്ക് അനുഗ്രഹീതമായതാണ്. സ്വാമിയുടെ കൂടെയുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ കൊള്ളാം. ചെമ്പയുടെ? അതെ. അത് വളരെ അദ്ദേഹത്തെ പോലെ ഇത്ര ശുദ്ധమైన മനസ്സുണ്ട്, സുസ്വരമുത്തം എന്ന് പറയുന്ന അതേ മെത്തേഡ് അദ്ദേഹത്തിന് സുസ്വരമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ലതാണ്. ഏത് കാര്യം നമുക്ക് അദ്ദേഹത്തിന് വേണമെങ്കിലും പറയാം. പണം വേണോ ചോദിക്കാം, അല്ല ഇന്നടത്ത് പോകണം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പൊക്കോളം പറയും. അതിനായിട്ടൊരു നമ്മളൊരു കള്ളം പറയാൻ പാടില്ല. അദ്ദേഹം ആദ്യം പഠിപ്പിച്ചതാണ്. ഒരിക്കലും ഒരു കള്ളം പോലും എന്നോട് പറയരുത്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. ഞാൻ ആ സമയത്ത് കൂടെ താമസിച്ച് പഠിക്കായിരുന്നു. കൂടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ അവിടെ നമ്മുടെ സാന്തോമിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രത്യേകം ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിക്കായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, ഗുരുവായൂരപ്പൻ്റെ ഇത്രയും വലിയൊരു ഭക്തൻ ഉണ്ടായിട്ടില്ല എന്നാണ്. അത്രയും വലിയൊരു ഗുരുവായൂർ ഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന കച്ചേരിയിൽ കിട്ടുന്ന മിച്ചം തുക മുഴുവനും ഉണ്ടിയലിനകത്ത്, അതായത് ഒരു ബോക്സ് ഉണ്ട്, അതിനകത്ത് ഇട്ട് നിറച്ചിട്ട് ഒരു ഉദയാസ്തമന പൂജയുടെ പണം തികയുമ്പോൾ അതുകൊണ്ട് ഗുരുവായൂർ. ഞാൻ കേട്ടിട്ടുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, എനിക്ക് തോന്നുന്നു ഒരു 40 ഉദയാസ്തമന പൂജകളാണ് എത്രയോ ചെയ്തിട്ടുണ്ട്. 43. കാരണം ഇനി ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു ഉദയാസ്തമന പൂജ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന മുഴുവൻ ഗുരുവായൂരപ്പന് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വാരി കൊടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ പരമഭക്തിയുടെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ പ്രത്യക്ഷ ദൈവം കേൾക്കും. അത്ര കണ്ട് അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഗുരുവായൂരപ്പനിൽ. ഈവൻ നാദം പോയിട്ട് പോലും തിരിച്ചു കിട്ടിയത് ഗുരുവായൂരപ്പൻ കൊടുത്താണെന്നുള്ളത് അത് തന്നെ വലിയ സംഭവമാണ്. നാദം കംപ്ലീറ്റ് പോയി. അതൊക്കെ ജയമാഷ്ക്ക് നല്ലോണം അറിയണ്ടാവും. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതൊരിക്കലും ഇങ്ങനെ നാദം പോയി കഴിഞ്ഞപ്പോൾ അപ്പം ഉളപ്പമണ്ണയുടെ വീട്ടിൽ വെച്ചാൽ ഈ നാദം ഇങ്ങനെ ഇല്ലാതാകുന്നു. OMV നമ്പൂരിപ്പാടെന്ന് പറയും ഉളപ്പമണ്ണ. അപ്പോൾ പെട്ടെന്ന് ഗുരുവായൂർക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് കാറും പിടിച്ച് ഗുരുവായൂർക്ക് പോയി. അപ്പോൾ കൊടിമരത്തിൻ്റെ അവിടം വരെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാതെ കരച്ചിൽ വന്നു. അവിടെ നിന്ന്
ഒന്ന് പാടാൻ ശ്രമിക്കുന്നുണ്ട്, കരുണ ചെയ്യുവാനെന്ത് താമസം കൃഷ്ണ എന്ന്. പക്ഷെ ഒരു ശബ്ദം പോലും പുറത്തോട്ട് വരുന്നില്ല. ശരി. ഓ വലിയ ഇതൊരു ഭയങ്കര അല്ലേ, മരിച്ചാലും വേണ്ടിയില്ല, പക്ഷെ ശബ്ദം ഒരു സംഗീതക്കാരൻ പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വിലപിക്കുന്നത് കണ്ടപ്പോഴത്തേന്, കരയുന്നത് കണ്ടപ്പോഴത്തേന് നമ്മുടെ ബലിമഠം നാരായണൻ നമ്പൂരി വന്ന് പുറത്തു വന്ന് ഇങ്ങനെ തട്ടി. അപ്പോൾ അവരെ കരയരുത്, നമുക്ക് ഗുരുവായൂരപ്പൻ വഴിയുണ്ടാക്കും, അപ്പോൾ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വൈദ്യമഠം കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചികിത്സിക്കായിരുന്നു. ആ ചികിത്സ 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തൊണ്ട തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഉളപ്പമണ്ണ ഇല്ലത്ത് വെച്ച് അദ്ദേഹം എനിക്കൊന്നും അറിയണം, ഞാൻ പാടുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം ഉളപ്പണ്ണനോട് പറഞ്ഞു. ഉളപ്പണ്ണ ഒരു കാര്യം ചെയ്യും, ONB എന്ന് വിളിക്കുന്നു, ONB നമുക്കൊരു മൈക്ക് സെറ്റ് കൊണ്ടുപോകാം, എന്നിട്ട് തൻ്റെ വസ്തുവിൻ്റെ അങ്ങേരത്ത് കൊണ്ട് ഒരു സ്പീക്കർ കിട്ടുക, ഞാൻ ഈ ഏറത്തിരുന്ന് പാടാം എന്ന് പറഞ്ഞ് മൈക്ക് സെറ്റ് കൊണ്ടുവന്നു. അത് അവരുടെ ഭൂമിയുടെ അങ്ങേയറ്റത്ത് കൊണ്ടുപോയി സ്പീക്കർ ഇങ്ങോട്ട് വെച്ചു. ഇദ്ദേഹം ഏറത്തിരുന്നിട്ട് പാടിയത് നാരായണീയം ആദ്യം പാടിയത്, നാരായണീയ ശ്ലോകം. അത് അവിടുന്ന് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നാദധാര ഇങ്ങനെ ഈ നേരത്തെ പാടിയിരുന്നതിനേക്കാളും വളരെ നന്നായിട്ട് ഇങ്ങോട്ട് ഗംഭീരമായിട്ട് പാടി. അപ്പോൾ ONB പറഞ്ഞു, ഭാഗവരെ ജയിച്ചു, ഭാഗവരുടെ ശബ്ദമാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ അവിടെ കിടന്ന് തുള്ളിച്ചാടി. അങ്ങനെ എനിക്കിപ്പം ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോകും, ഉടനെ അവിടെ നിന്ന് പോവുകയാണ്. പോയി അവിടെ ചെന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഇല്ല നമുക്ക് അകത്ത് കയറണം എന്ന് പറഞ്ഞു. അകത്ത് കയറണം എന്ന് പറഞ്ഞാൽ പ്രാകാരത്തിലകത്ത് ഗുരുവായൂരപ്പൻ നടയിൽ പോയി നിന്ന് പാടി കരുണ ചെയ്യുവാൻ താമസം കൃഷ്ണ. അങ്ങനെയാണ് ആ പാട്ട് വളരെ പ്രസിദ്ധമായത്.